മരുന്നിറക്കുമതിക്ക് അധിക തീരുവ നടപ്പിലാക്കാനൊരുങ്ങി ട്രംപ്. 50 മുതൽ 200% വരെ അധിക താരിഫ് ഏർപ്പെടുത്താനാണ് നീക്കം. നിലവിൽ നാമമാത്രം തീരുകയാണ് മരുന്ന് ഇറക്കുമതിക്ക് ഉള്ളത്. ഭാരതത്തിൽ നിന്ന് വൻതോതിൽ മരുന്നും അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, വീണ്ടും ട്രംപിന്റെ ഒരു നിർണായകമായ തീരുമാനം ഉണ്ടാകുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ? വിഷ്ണു, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ജൂൺ മാസത്തിൽ തന്നെ തുടങ്ങിയ ഇത്തരം ചർച്ചകളാണ്. നമുക്കറിയാവുന്നതാണ്, കോവിഡിന് ശേഷവും അത് തുടർന്നുണ്ടായ പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിലും വൻതോതിൽ മരുന്ന് അമേരിക്ക ഇറക്കുമതി ചെയ്തിരുന്നു. അതിൽ വലിയൊരു അംശം ഭാരതത്തിൽ നിന്ന് തന്നെയായിരുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള ഭാരതത്തിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന, അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന മരുന്നിനെ 50 മുതൽ 200% വരെ അധിക താരിഫ് ഏർപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ട്രംപ് നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല അനുബന്ധ നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ 1969 ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അധിക താരിഫ് ഏർപ്പെടുത്താനുള്ള ഒരു നീക്കം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഭാരതത്തിനും അത് ബാധകമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അങ്ങനെ വരികയാണെങ്കിൽ വൻതോതിൽ അത് ഇന്ത്യൻ നിർമ്മിത മരുന്നുകളുടെ, ഇന്ത്യൻ നിർമ്മിത ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മരുന്നുകളെ വിപണിയെ ബാധിക്കാനുള്ള സാധ്യത ഭാരതത്തിനുണ്ട്. എങ്കിൽ കൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ മരുന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് വലിയ തീരുവ ഏർപ്പാടാക്കുന്നത് ആഭ്യന്തര ഉൽപാദനം സ്വാഭാവികമായും വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ്. പക്ഷേ അത് എത്ര കണ്ട് യാഥാർത്ഥ്യമാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നിലവിൽ തന്നെ ഭാരതത്തിന് 25% അധിക താരിഫും സ്വാഭാവികമായും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന സാഹചര്യത്തിൽ ചുമത്തിയ പുഴ താരിഫും ഉൾപ്പെടെ 50% താരിഫാണ് ചുമത്തിയിരിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.